കോഴിക്കോട് പയ്യാനക്കലിൽ ഇന്ന് രാവിലെ 9 മണിക്കാണ് 10 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കാറിലെത്തിയ ഒരാൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ബീച്ച് ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ട ടാക്സി കാർ മോഷ്ടിച്ച പ്രതി ആ ടാക്സി കാറുമായിട്ട് പയ്യാനക്കലിൽ എത്തുകയായിരുന്നു. ഇവിടെ മദ്രസ വിട്ട് പുറത്തു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടു പോകാനായിരുന്നു ശ്രമം. ടാക്സി കാറാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ആ സമയത്ത് ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു. അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും സംശയം തോന്നി ചോദ്യം ചെയ്യുകയും ചെയ്തു, കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ആ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്താണ് ഇയാളിൽ സംശയമുണ്ട്, കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയാണോ എന്നൊരു സംശയം ഉയർന്ന സമയത്താണ് വാഹനത്തിൻ്റെ ചാവി വാങ്ങുകയും അദ്ദേഹത്തെ അവിടെ ഈ പ്രതിയെ അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. കാറ് ആ കുട്ടീനെ നിർത്തിങ്ങാണ്ട് കുട്ടീനെ വിളിക്കുന്നുണ്ട്. കുട്ടീനെ വിളിച്ച് കുട്ടീനോട് ചോദിച്ച് എന്നെ കൊണ്ടാക്കി തെറ്റേ വീട്ടിൽ. അപ്പോൾ കുട്ടി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഓനും തിരിച്ച് വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ എന്തൊക്കെ വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ആരാന്ന് ചോദിച്ചു. എൻ്റെ ആരും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഈ എവിടുന്നാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ കാസർഗോഡ് നിന്നാണ്. അപ്പോൾ എനിക്ക് സംശയപ്പോൾ ഞാൻ എന്തൊക്കെ ചാവി ചോദിച്ചപ്പോൾ ഓൻ്റെ ആ സാധനങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ ചെരുപ്പുണ്ട്, ഹാൻഡ്സ് ഉണ്ട്. ഇപ്പം നാട്ടുകാർ അവിടെ ഇരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ നമ്പറിൽ കാർമുള്ള നമ്പർ വിളിച്ചപ്പോൾ കാറിൻ്റെ ഡ്രൈവർ പറഞ്ഞു എൻ്റെ വണ്ടി ഇവിടെ മിസ്സാക്കണമെന്നാണ്. പിന്നീടാണ് ഇത് മോഷ്ടിച്ച കാറാണ്, ടാക്സി കാർ മോഷ്ടിച്ചതാണെന്നും കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് എന്നും മനസ്സിലായത്. പ്രാഥമികമായി നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ തന്നെ കാസർഗോഡ് സ്വദേശിയാണ് എന്നും വ്യക്തമായിട്ടുണ്ട്. പിന്നീട് നാട്ടുകാർ തന്നെ പ്രതിയെ പിടികൂടുകയും പന്നിയങ്കര പോലീസ് എത്തി പ്രതിയെ ഇപ്പോൾ പന്നിയങ്കര പോലീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അടക്കം സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനായത് എന്നുള്ളതാണ് കാര്യം. മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.